ഈ ഒരു യുദ്ധം 71-ലെ അത്രയും വിപുലമായൊരു യുദ്ധം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ, അതായത് അതൊരു അഭയാർത്ഥി പ്രവാഹവും ഒക്കെ ഉൾപ്പെടെയുള്ള വലിയ കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ചും ഒരു രാജ്യത്തെ രണ്ടായി മുറിക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരു യുദ്ധം മാറുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു? 1947 പാകിസ്ഥാൻ ഫോം ചെയ്തു. അന്ന് പാകിസ്ഥാൻ്റെ ഒരു ഭാഗം വെസ്റ്റ് പാകിസ്ഥാൻ, മറ്റേ ഭാഗം ഈസ്റ്റ് പാകിസ്ഥാൻ. ഈ രണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 1600 കിലോമീറ്ററാണ്. അവിടേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ വഴി വേണം പോകാൻ, ഡയറക്റ്റ് റൂട്ടില്ല. സോ കരമാർഗം പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ടെറിട്ടറിയിൽ കൂടെ പോകണം, വായുമാർഗം പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മേലെ കൂടെ പോകണം, അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയെ ചുറ്റി സർക്യൂട്ട് ചെയ്തിട്ട് വേണം ജലമാർഗം അവിടേക്ക് പോകാനായിട്ട്. അത് കാരണത്താൽ തന്നെ ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അന്തരം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് വെസ്റ്റ് പാകിസ്ഥാനിൻ്റെ പോപ്പുലേഷൻ ഏകദേശം 5.5 കോടിയായിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാൻ്റെ 7.5 കോടിയും. ഇങ്ങനെയാണെങ്കിൽ തന്നെയും ഈസ്റ്റ് പാകിസ്ഥാനെ ഒരു വാസൽ സ്റ്റേറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയും. അതായത് അവിടുത്തെ ആൾക്കാരും ആ രാഷ്ട്രവും ഒരു സെക്കൻഡ് റേറ്റ് സിറ്റിസനായിട്ടാണ് വെസ്റ്റ് പാകിസ്ഥാനിലെ ലീഡേഴ്സ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, അന്ന് ജിന്നയാണല്ലോ പാകിസ്ഥാനെ ആക്ച്വലി ഫോം ചെയ്തത്. അപ്പോൾ ജിന്ന ഈസ്റ്റ് പാകിസ്ഥാനിലല്ല ജനിച്ചത്, റൈറ്റ്. അന്നത്തെ അവരുടെ പ്രൈം മിനിസ്റ്റർ ലിയാഖത്ത് അലി ഖാൻ, അദ്ദേഹം കർണാലിലാണ് ജനിച്ചത്. അപ്പോൾ ഇവർക്ക് ഈസ്റ്റ് പാകിസ്ഥാനെ ഒരുതരം പുച്ഛമായിരുന്നു വാസ്തവത്തിൽ. ഇവരെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസനായിട്ട് കാണാൻ പ്രധാനപ്പെട്ടൊരു കാരണം ബംഗാളികൾ പൊതുവെ അധികം ഹൈറ്റില്ല, അധികം വെയിറ്റ് ഇല്ല, അവരുടെ കളർ ഇത്തിരി ഡാർക്കാണ്, അങ്ങനെയൊക്കെ. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ബംഗാളിൽ പ്രധാനമായിട്ടും ഉള്ളത് ബംഗാളി മുസ്ലിംസും അന്ന് ഏകദേശം ഒരു 23% ഹിന്ദുക്കളുമാണ് അവിടെയുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് മതത്തെക്കാളും പ്രാധാന്യം അവരുടെ ഭാഷയ്ക്കായിരുന്നു. സോ 1948 ജിന്ന ഒരു പ്രഖ്യാപനം നടത്തി. പാകിസ്ഥാൻ്റെ, അതായത് വെസ്റ്റ് പാകിസ്ഥാൻ്റെ ആയാലും ശരി ഈസ്റ്റ് പാകിസ്ഥാനിലെ ആയാലും ശരി, നാഷണൽ ലാംഗ്വേജ് ഉറുദു ആയിരിക്കുന്നു. അന്ന് വാസ്തവത്തിൽ 6 മുതൽ 8% വരെ ആൾക്കാർ ആണ് ഉറുദു ഭാഷ സംസാരിച്ചിരുന്നത്. പാകിസ്ഥാനിലും കൂടുതൽ ആൾക്കാരും പഞ്ചാബിയാണ് സംസാരിച്ചിരുന്നത്. പഞ്ചാബി, സിന്ധി, ആ വക ഭാഷകളാണ് സംസാരിച്ചത്. ഈ ഉറുദു ഭാഷ വെറും 6 മുതൽ 8% ആൾക്കാർ സംസാരിക്കുന്ന ആ ഒരു ഭാഷ ബംഗാളികളുടെ മീതെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് അവർക്ക് ഒരുപാട് വിദ്വേഷങ്ങളുണ്ടാക്കി. പിന്നെ വെസ്റ്റ് പാകിസ്ഥാനിലൊന്നും കാര്യമായിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒന്നുമില്ല. വരുമാനം മുഴുവനും, പ്രത്യേകിച്ച് എക്സ്പോർട്ടിൻ്റെ ഏകദേശം 70 മുതൽ 80% ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നായിരുന്നു. അവിടുത്തെ കോട്ടൺ, ജൂട്ട് ഇതൊക്കെ. അപ്പോൾ ഫോറക്സിനിൽ, അതായത് ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ 70% കൂടുതൽ ഈസ്റ്റ് പാകിസ്ഥാനിലും ഏറെക്കുറെ 30% വെസ്റ്റ് പാകിസ്ഥാനിലും ആയിരുന്നു. പക്ഷേ ഈ ഫണ്ട്സ് അലോട്ട് ചെയ്യുമ്പോൾ, ബജറ്റ് രൂപീകരിക്കുമ്പോൾ നേരെ മറിച്ച്, അതായത് വെസ്റ്റ് പാകിസ്ഥാന് 70%, ഈസ്റ്റ് പാകിസ്ഥാന് വെറും 30%. അപ്പോൾ ഈ 30% പോലും ഇവർക്ക് മുഴുവൻ കൊടുക്കുന്നില്ല. അതായിരുന്നു വാസ്തവം. പിന്നെ അവിടുത്തെ കംപ്ലീറ്റ് ബ്യൂറോക്രസി, അത് വെസ്റ്റ് പാകിസ്ഥാൻ ഡോമിനേറ്റഡ് ആയിരുന്നു. ആർമിയിലത്തെ ഓഫീസേഴ്സിൻ്റെ സ്ട്രെങ്ത്തിൽ
വെറും 5% മാത്രമേ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് ആർമി ആയാലും ശരി, നേവി ആയാലും ശരി, എയർഫോഴ്സ് ആയാലും ശരി, അത്രയേ ഉള്ളൂ. ഇനി സോൾജേഴ്സ് ആണെങ്കിലും അവരുടെ സ്ട്രെങ്ത്തും വളരെ വളരെ കുറവായിരുന്നു. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാഷ ഇവരുടെ മീതെ അടിച്ചേൽപ്പിച്ചത് ഈസ്റ്റ് പാകിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യം. 1952 ഢാക്ക യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് ഒരു വലിയ പ്രക്ഷേപണം നടത്തി. അവർക്ക്, അതായത് ഈ സ്റ്റുഡൻസിന് ഒരു വലിയ ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് അത് തോന്നിയത്. പക്ഷേ വെസ്റ്റ് പാകിസ്ഥാൻ ഈ കുട്ടികളുടെ പ്രതിഷേധത്തെ ശരിക്കും അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, 1965 ഇൻഡോ പാകിസ്ഥാൻ വാർ സമയത്ത് ഈസ്റ്റ് പാകിസ്ഥാനിൽ വെറും ഒരു ഡിവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു ഡിവിഷൻ. അന്ന് ഇന്ത്യ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഈസ്റ്റ് പാകിസ്ഥാൻ പിടിച്ചടക്കാമായിരുന്നു. അന്ന് വെസ്റ്റ് പാകിസ്ഥാൻ അവരുടെ ഒരേ ഒരു ലക്ഷ്യം അവർക്ക് കാശ്മീരിനെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അന്ന് അയൂബ് ഖാനായിരുന്നു വെസ്റ്റ് പാകിസ്ഥാനിലെ പ്രസിഡൻറ്റ്. അയാൾ പിന്നീട് സ്വയം ഫീൽഡ് മാർഷലായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കൊടുത്തില്ല. ഈസ്റ്റ് പാകിസ്ഥാന് കൊടുത്തില്ല. ഈസ്റ്റ് പാകിസ്ഥാന് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കൊടുത്തില്ല.